ഹായ് എവരി വൺ. ലോകത്തിലെ തന്നെ വൺ ഓഫ് ദ ടഫസ്റ്റ് എക്സാമിനേഷനാണ് JEE അഡ്വാൻസ്ഡ്. ഇന്ത്യയിലെ വിവിധ IIT-കളിലേക്ക് നമുക്ക് പ്രവേശനം ലഭിക്കണമെങ്കിൽ ഈ JEE അഡ്വാൻസ്ഡ് എക്സാമിനേഷൻ ക്രാക്ക് ചെയ്തേ നമുക്ക് IIT-യിലേക്ക് എത്താൻ സാധിക്കുള്ളൂ. ഇപ്പോൾ നോർത്ത് ഇന്ത്യയിലൊക്കെ വളരെ ഏർലി സ്റ്റേജിൽ 5, 6, 7 ആ ഒരു ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ JEE അഡ്വാൻസ്ഡ് പ്രിപ്പറേഷൻ ആരംഭിക്കുന്നുണ്ട്. അത്തരത്തിൽ വളരെ സീരിയസ് ആയിട്ട് ഈ എക്സാമിനെ കാണുന്ന കുട്ടികളാണ് നോർത്ത് ഇന്ത്യയിലൊക്കെ ഉള്ളത്. നമുക്കറിയാം കേരളത്തിൻ്റെ ട്രെൻഡ് അത്ര നല്ലതല്ല, കാരണം JEE അഡ്വാൻസ്ഡ് പ്രിപ്പറേഷനൊക്കെ വളരെ ലേറ്റ് ആയിട്ടാണ് കേരളത്തിലെ പിള്ളേർ ആരംഭിക്കുന്നത്. അപ്പം കേരളത്തിലെ പിള്ളേർ ഈ നോർത്തിലെ പിള്ളേരുമായിട്ട് കോമ്പീറ്റ് ചെയ്തിട്ടാണ് IIT-യിലേക്ക് എത്തുന്നത്. എന്നാലും വിവിധ IIT-കളിൽ മലയാളികളുടെ സാന്നിധ്യമുണ്ട്. അപ്പോൾ ഈ ഒരു മേഖലയിലേക്ക് 2022-ലാണ് സൈലം JEE അഡ്വാൻസ്ഡ് കോച്ചിങ്ങുമായിട്ട് ഈ ഇൻഡസ്ട്രിയിലേക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് ആദ്യ ബാച്ചിൽ ഒരുപാട് കുട്ടികളൊന്നുമില്ല, വളരെ കുറഞ്ഞ കുട്ടികളെ വെച്ചിട്ടാണ് നമ്മൾ JEE അഡ്വാൻസ്ഡ് കോച്ചിങ് ആരംഭിക്കുന്നത്. ആ സമയത്ത് നീറ്റിൻ്റെ കോച്ചിങ് വളരെ ഗംഭീരമായിട്ടൊരു സൈഡിലൂടെ നടന്നു പോകുമ്പോഴും JEE അഡ്വാൻസ്ഡ് നമുക്ക് വളരെ കുറഞ്ഞ കുട്ടികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ വർഷം നമുക്ക് ഒരു വിദ്യാർത്ഥിനിയെ IIT-യിലേക്ക് എത്തിക്കാൻ സാധിച്ചു. നിങ്ങൾക്കറിയാം, ഗോപിക ശിവാനി. നമ്മൾ ഒരുപാട് തവണ പല ഇൻസ്പിറേഷൻ ആൻഡ് മോട്ടിവേഷണൽ വീഡിയോസ് നമ്മൾ ഗോപിക ശിവാനിൻ്റെ വീഡിയോസ് നമ്മൾ കണ്ടതാണ്. ശരിക്കും ഒരു മോട്ടിവേഷൻ തന്നെയാണ് ഗോപിക ശിവാനി എന്ന് പറയുന്നത്. കാരണം IIT-യെക്കുറിച്ചും അതുപോലെ തന്നെ ഈ അഡ്വാൻസ്ഡ് എക്സാമിനെ കുറിച്ചൊന്നും വലിയ ധാരണ ഇല്ലാതാണ് ഗോപിക സൈലത്തിലേക്ക് വരുന്നത്. ഗോപിക തന്നെ സംസാരിക്കുന്ന വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഞാനത് കൂടുതൽ അത് പറയുന്നില്ല. ഇപ്പോൾ ഗോപിക പഠിക്കുന്നത് ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദ പ്രീമിയർ IIT ആയ കാൺപൂർ IIT-യിൽ എയറോസ്പേസ് എഞ്ചിനീയറിംഗ് ആണ്. അത് കഴിഞ്ഞ് രണ്ടാമത്തെ വർഷം 2023-ൽ സൈലത്തിലും ഈ പറഞ്ഞ വലിയ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. ഒരുപാട് കുട്ടികളൊന്നും സൈലത്തിലേക്ക് JEE അഡ്വാൻസ്ഡ് കോച്ചിങ്ങിനായിട്ട് വന്നിട്ടില്ല. വളരെ കുറഞ്ഞ കുട്ടികളെ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ രണ്ടാമത്തെ വർഷവും ആ കോച്ചിങ് മുമ്പോട്ട് കൊണ്ടുപോയത്. പക്ഷേ നമുക്ക് രണ്ടാമത്തെ വർഷം 3 കുട്ടികളെ IIT-യിലേക്ക് എത്തിക്കാൻ സാധിച്ചു. അതും ഏറ്റവും പ്രീമിയർ IIT-യിലേക്ക്. ഇപ്പോൾ ആകാശും അജ്മലൊക്കെ പഠിക്കുന്ന ആ വർഷം പാസ് ഔട്ടായി പോയ കുട്ടികളാണ്. അവർ പഠിക്കുന്നത് മദ്രാസ് IIT-യിലാണ്. സോ ജസ്റ്റ് അഡ്വാൻസ് ക്രാക്ക് ചെയ്യുക എന്നുള്ളതല്ല, അവർ ആഗ്രഹിച്ച കോഴ്സ് അവർ ആഗ്രഹിച്ച IIT-യിൽ തന്നെ അവർക്ക് എത്താൻ സാധിച്ചു, അവരെത്തിക്കാൻ സൈലത്തിന് സാധിച്ചു. ആ വർഷവും ഞങ്ങൾ വളരെ ഹാപ്പി ആയിരുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ മൂന്നാമത്തെ വർഷം അഡ്വാൻസ്ഡ് കോച്ചിങ് സൈലം ആരംഭിച്ച മൂന്നാമത്തെ വർഷം 2024-ൽ സൈലം 10 കുട്ടികളാണ് ഇന്ത്യയിലെ വിവിധ IIT-കളിലേക്ക് സൈലം എത്തിച്ചത്. അത് വളരെ പ്രീമിയർ ആയ IIT-കളിലേക്ക്, അതായത് ഇന്ത്യയിലെ വിവിധ IIT-കൾ എന്ന് പറയുമ്പോൾ IIT-യുടെ മാപ്പ് എടുത്ത് നോക്കിയാൽ ഓരോ IIT-യിലും സൈലത്തിൻ്റെ ഒരു സാന്നിധ്യം, ആ മാപ്പിൽ സൈലത്തിൻ്റെ ഒരു അടയാളം വരുന്ന രൂപത്തിൽ നമുക്ക് വിവിധ IIT-കളിലേക്ക് 10 കുട്ടികളെ എത്തിക്കാൻ സൈലത്തിന് സാധിച്ചു. സോ ആ വർഷം പഠിച്ചിറങ്ങി ഇപ്പോൾ IIT-യിൽ പഠിക്കുന്ന കുട്ടികളിൽ പെട്ടതാണ് ഫാസിലും നിസാമുദ്ദീനും അനശ്വർ രാജും ആൻമരിയും ഒക്കെ. അവർ ബോംബെ IIT, അതേപോലെ മദ്രാസ് IIT, ഖരഗ്പൂർ IIT-യിലൊക്കെയാണ് പഠിക്കുന്നത്. അവരുടെയൊക്കെ വീഡിയോസ് നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. അതിൽ നമുക്ക് ഏറ്റവും അത്ഭുതം തോന്നിയ, അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും നമുക്ക് ഒരു നല്ലൊരു റിസൾട്ടായിട്ട് നമുക്ക് എപ്പോഴും സൈലത്തിന് തോന്നിയ സ്റ്റുഡൻ്റാണ് ശരിക്കും ഫാസിൽ. കാരണം ഫാസിൽ IIT ക്രാക്ക് ചെയ്യുന്നത് സൈലത്തിൻ്റെ ഓൺലൈൻ ധീര ബാച്ചിൽ നിന്നാണ്. സൈലത്തിൻ്റെ ഓൺലൈൻ ധീര ബാച്ചിൽ ക്ലാസ്സുകൾ കേട്ട് പഠിക്കുന്ന സമയത്ത് IIT ക്രാക്ക് ചെയ്യണമെന്നുള്ളൊരു ഒരു മോട്ടിവേഷൻ, ഒരു ഇൻസ്പിറേഷൻ ഒക്കെ ഉണ്ടാവുകയും അങ്ങനെ അവൻ സ്വയം JEE അഡ്വാൻസ്ഡിൻ്റെ ക്വസ്റ്റ്യൻസ് സ്വയം സോൾവ് ചെയ്യാൻ തുടങ്ങുകയും ആ സോൾവ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഡൗട്ടുകൾ ക്ലാസ്സുകളിൽ ചോദിക്കുകയും അങ്ങനെ ആ IIT-ക്ക് വേണ്ട കോച്ചിങ് ഏത് വിധത്തിലാണോ വേണ്ടത് ആ രൂപത്തിൽ അവൻ ക്ലാസ്സിൽ നിന്ന് ഗ്രാസ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. അതായത് നമ്മുടെ ധീര ഓൺലൈൻ ബാച്ചിൽ പഠിച്ചുകൊണ്ട് IIT ക്രാക്ക് ചെയ്ത സ്റ്റുഡൻ്റാണ് ഫാസിൽ എന്ന് പറയുന്നത്. അപ്പോൾ IIT-ൻ്റെ അഡ്വാൻസ്ഡ് എക്സാമിനെ കുറിച്ച് നമുക്കറിയാം, ഒരിക്കലും PYQ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് നമുക്ക് ഒരിക്കലും അഡ്വാൻസ് ക്രാക്ക് ചെയ്യാൻ പറ്റില്ല. അതിന് ഹൈലി കൺസെപ്ഷൻ ലേണിംഗ് തന്നെ വേണം. നമ്മളൊരു കോൺസെപ്റ്റ് പഠിക്കുന്ന സമയത്ത് ഒരു സ്റ്റുഡൻറ്റ് അതിൻ്റെ കൺസെപ്റ്റിൻ്റെ ക്ലാരിറ്റി മനസ്സിലാക്കി പഠിച്ചെങ്കിൽ ആ കുട്ടിക്ക് അതിൻ്റെ അഡ്വാൻസ് ലെവൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫാസിൽ ആ രൂപത്തിലാണ് ധീര ക്ലാസ് യൂസ് ചെയ്തത്. അപ്പോൾ അങ്ങനെ ധീര ക്ലാസ് യൂസ് ചെയ്ത് IIT-യിൽ എത്തിയ സ്റ്റുഡൻ്റാണ് ഫാസിൽ. അത് നമുക്ക് എപ്പോഴും ഭയങ്കര അഭിമാനമാണ്. അപ്പോൾ ഒരു അഡ്വാൻസ്ഡ് കോച്ചിങ്, അഡ്വാൻസ്ഡ് മാത്രമായിട്ടുള്ള കോച്ചിങ് ഇരിക്കാതെ ധീര ബാച്ചിൽ നിന്ന് തന്നെ പഠിച്ച് ശേഷം JEE മെയിൻ്റെ സെക്കൻഡ് ഫേസ് കഴിഞ്ഞതിന് ശേഷം സ്വയം അഡ്വാൻസിന് വേണ്ടി അവൻ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്ത് അതിൻ്റെ ഡൗട്ടുകളൊക്കെ ചോദിച്ച് അങ്ങനെ ആണ് അഡ്വാൻസിൽ ക്രാക്ക് ചെയ്ത് IIT-യിലേക്ക് എത്തിയത്. ഫാസിലിൻ്റെ വീഡിയോ നമ്മൾ ഇൻഡിവിജ്വലി അവൻ ഇൻ്റർവ്യൂ ചെയ്യുന്ന വീഡിയോ നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അഡ്വാൻസ്ഡ് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് ഫാസിൽ ശരിക്കും ഭയങ്കര ഇൻസ്പിറേഷനാണ്. അപ്പോൾ അത് അഡ്വാൻസ് പ്രിപ്പയർ ചെയ്യുന്ന IIT-യിൽ എത്തണം എന്ന് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഫാസിലിൻ്റെ ആ ഒരു ഇൻ്റർവ്യൂ നിങ്ങൾക്ക് കാണാവുന്നതാണ്. നമുക്ക് ഒരുപാട് മോട്ടിവേഷൻ ലഭിക്കുന്ന ഒരു വീഡിയോ ആണ്. സോ ഈ കഥയെല്ലാം കഴിഞ്ഞ് നമ്മൾ 2025-ൽ എത്തി നിൽക്കുമ്പോൾ ഇപ്പോൾ അഡ്വാൻസ്ഡ് റിസൾട്ട് വന്നു. ഈ വർഷം സൈലത്തിൽ നിന്നും 23 വിദ്യാർത്ഥികളാണ് അഡ്വാൻസ്ഡ് ക്രാക്ക് ചെയ്തിട്ട് IIT-യിൽ സീറ്റ് ഉറപ്പിച്ച വിദ്യാർത്ഥികൾ. 23 വിദ്യാർത്ഥികളെയാണ് 4 വർഷം കൊണ്ട്, അതായത് 4ാമത്തെ വർഷം സൈലം കോച്ചിങ് ആരംഭിച്ച്
അഡ്വാൻസ്ഡ് കോച്ചിങ് ആരംഭിച്ച് 4ാമത്തെ വർഷം നമുക്ക് 23 വിദ്യാർത്ഥികളെയാണ് വിവിധ IIT-കളിലേക്ക് സൈലത്തിന് എത്തിക്കാൻ സാധിച്ചത്. അപ്പം ഇന്ത്യയിലെ IIT-യുടെ മാപ്പ് എടുത്ത് നോക്കിയാൽ എല്ലാ IIT-യിലും സൈലത്തിൻ്റെ അടയാളം വളരെ സ്ട്രോങ് ആയിട്ട് നമ്മൾ രേഖപ്പെടുത്തി കഴിഞ്ഞു. അപ്പോൾ ആ ഒരു ജേണി നമ്മൾ നോക്കുമ്പോൾ, ആ ഗ്രോത്ത് നമ്മൾ നോക്കുമ്പോൾ വളരെ എക്സ്പോണൻഷ്യലി നമുക്ക് റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഈ ഡാറ്റ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. സോ ആ 23 വിദ്യാർത്ഥികളെയും നമ്മൾ കേരളത്തിന് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ ചാനലിൽ തന്നെ നമ്മൾ റിസൾട്ട് വന്ന ഉടൻ ലൈവ് പോയിട്ടുണ്ട്, അതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതല്ലാതെ മറ്റ് പല വേർട്ടിക്കലിലും നമ്മൾ ആ 23 കുട്ടികളെയും കേരളത്തിൻ്റെ മുന്നിൽ നമ്മൾ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. അവരൊക്കെ ഏത് IIT-കളിലേക്കാണ് എത്തുന്നത്, ഏത് കോഴ്സാണ് ചൂസ് ചെയ്യുന്നത്, അവരെങ്ങനെയാണ് IIT-യിലേക്കുള്ള ആ ഒരു ജേണി എങ്ങനെയാണ് അവർ കൊണ്ടുപോയത്, അതിൽ സൈലം എത്രത്തോളം അവരെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്, സൈലത്തിലെ കോച്ചിങ് അവർക്ക് എത്രത്തോളം ഹെൽപ്ഫുൾ ആയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ തന്നെ സംസാരിക്കുന്ന അവരുടെ ഇൻ്റർവ്യൂസും അവരുടെ ഫീഡ്ബാക്കും ഒക്കെ ഇനിയും നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അടുത്ത ദിവസങ്ങളിൽ നമ്മുടെ ചാനലിൽ അതിൻ്റെയൊക്കെയുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. അഡ്വാൻസ്ഡ് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് അതൊക്കെ വലിയ മോട്ടിവേഷനാണ്. സോ ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത്, അതായത് ആദ്യ വർഷം നമ്മളൊരു വിദ്യാർത്ഥി IIT-യിൽ എത്തിച്ചു, 2ാമത്തെ വർഷം 3, ശേഷം 10, ഈ വർഷം 23 വിദ്യാർത്ഥികൾ. അപ്പോൾ ഈ ഒരു കണക്ക് സൂചിപ്പിക്കുന്നത്, നിങ്ങൾ ഒരു സ്റ്റുഡൻറ്റ്, കേരളത്തിലൊരു സ്റ്റുഡൻറ്റ് IIT ക്രാക്ക് ചെയ്ത്, അതായത് അഡ്വാൻസ്ഡ് ക്രാക്ക് ചെയ്ത് IIT-യിൽ എത്തിയേ അടങ്ങൂ എന്നുള്ള അമിതമായ വാശിയും അമിതമായ ആവേശവും അതിന് ഹാർഡ് വർക്ക് ചെയ്യാനുള്ള 100% ഡെഡിക്കേഷനുമായിട്ട് സൈലത്തിലേക്ക് വരികയാണെങ്കിൽ നിങ്ങളെ അവിടെ എത്തിക്കാൻ, നിങ്ങൾ ആഗ്രഹിക്കുന്ന IIT-യിലേക്ക് എത്തിക്കാൻ വേണ്ട എല്ലാ സ്ട്രെങ്ത്തും ഇപ്പോൾ സൈലത്തിനുണ്ട്. ഈ കണക്കുകളൊക്കെ സൂചിപ്പിക്കുന്നത് അതാണ്. സോ ഒരു IIT-യിൽ പഠിക്കണമെന്ന് നിങ്ങൾക്ക് അടങ്ങാനാവാത്ത ആഗ്രഹമുണ്ടെങ്കിൽ, അതിന് നിങ്ങൾ എത്ര വേണമെങ്കിലും ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്കുള്ള കറക്റ്റ് പ്ലേസ് സൈലം തന്നെയാണ്. അത്രയും പാഷനേറ്റീവായ എല്ലാ അഡ്വാൻസ്ഡ് ആസ്പിരൻസിനെ, IIT ആസ്പിരൻസിനെയും സൈലം വെൽക്കം ചെയ്യാണ്. നിങ്ങൾക്കായി കാത്തിരിക്കുകയാണ് സൈലത്തിൻ്റെ അഡ്വാൻസ്ഡ് കോച്ചിങ്. അടുത്ത വർഷത്തെ റെവല്യൂഷൻ ഉണ്ടാക്കാൻ, അടുത്ത വർഷത്തെ വലിയ റിസൾട്ട് ഉണ്ടാക്കാൻ നമ്മൾ നിങ്ങളെ കാത്തിരിക്കുകയാണ്. സോ ഓൾ ദ വെരി ബെസ്റ്റ് ഗൈസ്. താങ്ക് യു സോ മച്ച്.